അപേക്ഷിക്കണമേ. വന്ദകന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടെ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണ്ണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകലാപത്തുകളിൽ നിന്നും ഇപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടെ അങ്ങേ പക്കൽ അണഞ്ഞിരിക്കുന്ന ഈ കുടുംബത്തെ തൃക്കം പാർത്ത് നിത്യകന്യായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നിരണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി, കരുണയുള്ള മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാതൃവും ശരണമേ സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിന്ന് വിളിക്കുന്നു. കണ്ണുനീരന്റെ ഈ താഴ്വരയിൽ നിന്ന് കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നിലനിൽക്കുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളെ മേലെത്തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാതൃക കന്യാമറിയമേ. ആമേൻ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നിരണമേ. ആമേൻ. വിശുദ്ധഗണങ്ങളെ മാലാഖമാരെ പ്രാർത്ഥിക്കണേ. ഈ ബലിയോഗ്യമായ
യോഗ്യമായി പൂർത്തിയാക്കാൻ. ആശയാക്കിയ പെസഹാബലിയുടെ ഓർമ്മയുമായി അപ്പവും വീഞ്ഞും കൂദാശയാക്കിയ പെസഹാബലിയുടെ ഓർമ്മയുമായി സഹനത്താൽ മാലോകരക്ഷയതേകിയ കാൽവരിയാഗത്തിൻ സ്മരണയുമായി സഹനത്താൽ മാലോകരക്ഷയതേകിയ കാൽവരിയാഗത്തിൻ സ്മരണയുമായി അർപ്പിക്കാം ഞങ്ങളീ സ്നേഹബലി. സ്വർഗത്തിൻ ദീപമായി ഭൂമി തൻ ലവണമായി എന്നെ നീ മാറ്റണേ ബലിയാൽ. സ്വർഗത്തിൻ ദീപമായി ഭൂമി തൻ ലവണമായി എന്നെ നീ മാറ്റണേ ബലിയാൽ. കന്യക മാതാവേ വിശുദ്ധ ഗണങ്ങളെ മാലാഖമാരെ പ്രാർത്ഥിക്കണേ ഈ ബലി യോഗ്യമായി പൂർത്തിയാക്കാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. നിന്റെ പാദാന്തികത്തിൽ നിന്നും കേഴുന്നു മാപ്പിനായി നാഥാ. അന്ധരായി മുന്നോട്ടു നീങ്ങി ഞങ്ങൾ ചെയ്തുപോയി പാപങ്ങളേറെ. നിന്റെ പാദാന്തികത്തിൽ നിന്നും കേഴുന്നു മാപ്പിനായി നാഥാ. അന്ധരായി മുന്നോട്ടു നീങ്ങി ഞങ്ങൾ ചെയ്തുപോയി പാപങ്ങളേറെ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം.
സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലും ഇവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വശക്തനാം ദൈവമേ, താതനമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശുക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണി ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നീർവലം ഭാഗത്തിരും നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണി ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു തനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. ദൈവമേ, പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ താഴ്മ കടാക്ഷിച്ച് അങ്ങേകജാതൻ ശരീരപ്രകൃതി പൂണ്ട് അവളിൽ നിന്ന് ജന്മം കൊള്ളുവാൻ ഈ ദിനം ഏറ്റവും വിസ്മരണീയമായ മഹത്വത്താൽ അവൾ കിരീടമണിയിക്കുവാനുള്ള കൃപാവരത്തിലേക്ക് അവിടുന്നു നയിച്ചുവല്ലോ. അങ്ങനെ പരിശുദ്ധ കന്യകയുടെ പ്രാർത്ഥനകളാൽ അങ്ങേ പരിത്രാണത്തിൻ്റെ രഹസ്യത്തിലൂടെ രക്ഷ പ്രാപിച്ച് അങ്ങു വഴി ഉയർത്തപ്പെടുവാനുള്ളത് അർഹത ഞങ്ങൾക്കു നൽകുമാറാകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.
വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന്. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു. സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു സർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിലെ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പും തണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. നന്ദി. നിന്റെ വലത്തുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. നിന്റെ വലത്തുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. നിന്റെ വലത്തുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. മകളെ കേൾക്കുക, ചെവി ചായ്ച്ച് ശ്രദ്ധിക്കുക. നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. നിന്റെ വലത്തുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും. അവൻ നിന്റെ നാഥനാണ്. നിന്റെ വലത്തുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. ആഹ്ലാദഭരിതനായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. നിന്റെ വലത്തുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുദ്ധാനവുമുണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരായതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും തന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവകരാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവൻ ശത്രുവിനെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മാലാഖവൃന്ദങ്ങൾ ആനന്ദത്തിൽ ആറാടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം.
ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയത്തിൻ്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. മറിയം അവളോടുകൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ വികാരിയച്ച, എത്രയും സ്നേഹം നിറഞ്ഞ അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. നമ്മുടെ ചിന്താവിഷയം മറിയമാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവളായി നമ്മൾ മനസ്സിലാക്കപ്പെടുന്നത് ഈ സ്ത്രീയായ മറിയത്തെയാണ്. ജപമാലയിൽ നമ്മൾ വീടുകളിൽ ചൊല്ലുമ്പോൾ രഹസ്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ചൊല്ലുന്നത്? മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട മറിയം. ഈ മാലാഖ എന്തിനാണ് അവിടെ വന്നത്? അതാണ് ചോദ്യം. ദൈവത്തിന് അങ്ങ് എടുത്താൽ പോരായിരുന്നില്ലേ മറിയത്തിന് ശരീരത്തോടു കൂടി? പക്ഷേ മാലാഖയുടെ സാന്നിധ്യം അവിടെ എന്തിനാണ്? അതാണ് ചോദ്യം. ഈ പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ മാലാഖമാർ വന്നിരിക്കുന്ന സമയത്തെല്ലാം കർത്താവിന് എന്തെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാനുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു മാലാഖ അങ്ങോട്ട് പറഞ്ഞയക്കും. ഉദാഹരണത്തിന് നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്ന നമ്മൾ എന്തിനാ? ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അതൊരു ഗവൺമെൻറ് ഒഫീഷ്യലിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവർ പേഴ്സണൽ സീലും വെച്ച് അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞ് അയക്കും. അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം വേറെയാണ്. പിന്നെ ഒരു ഫോട്ടോസ്റ്റാറ്റ് പേപ്പർ മാത്രമല്ല, അതൊരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു വാല്യൂ, ഒരു അതോറിറ്റേറ്റീവ് നേച്ചർ ആ ഒരു പേപ്പറിന് പിന്നെ ഉണ്ടാകും. അപ്പോൾ ഇതേപോലെ കർത്താവ് അറ്റസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് മാലാഖമാരുടെ സാന്നിധ്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിയത്തിനെ അങ്ങാട് സ്വർഗത്തിലോട്ട് എടുത്ത സമയത്ത് മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം തന്നെ ഇടപെട്ട ഒരു സംഗതിയാണ്. നമ്മുടെ എല്ലാവരുടെയും ശരീരം മരിച്ചു കഴിയുമ്പോൾ ഈ ഭൂമിയോട് ചേരാനുള്ളതാണ്. പക്ഷേ അതിന് എതിരായി, അതിന് വിപരീതമായി ദൈവം മറിയത്തോട് പ്രവർത്തിച്ചെങ്കിൽ അത്രമാത്രം മറിയം ദൈവത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ് അർത്ഥം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്രമാത്രം പ്രകൃതിക്ക് വിപരീതമായി നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ വളരെ കർത്താവിൻ്റെ ഇടപെടലുകൾ അത്രക്ക് ഭംഗിയായി അങ്ങ് ഉണ്ടാകണമെങ്കിൽ മറിയം ചെയ്തതുപോലെ ദൈവത്തെ അങ്ങ് അത്രമാത്രം സ്നേഹിച്ചേക്കണം. അങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു തരും. ഇതാണ് മറിയത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണവും അനുഗ്രഹവും. ഈ ഒരു അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെയും അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ
തിരുനാളിൻ്റെയും മംഗളങ്ങൾ പ്രത്യേകം നേർന്നുകൊണ്ട് നമ്മൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം നമുക്കൊന്നു ചേർന്ന് ഏകസ്വരത്തിൽ ഏറ്റുചൊല്ലാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ചു മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, വചന പ്രഘോഷണത്തിലൂടെ നാം കേട്ടു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയായി പരിണമിക്കുമെന്ന്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവിടുത്തെ സ്നേഹത്താൽ പ്രേരിതരായി നമുക്കിപ്പോൾ ഭക്തി പുരസരം ദൈവത്തോട് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും നമ്മുടെ രൂപതയെ നയിക്കുന്ന ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനും എല്ലാ സന്യസ്തർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് 73ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന എല്ലാ ഭാരതീയർക്കും നമ്മുടെ ഭാരതത്തെ നയിക്കുന്ന ഭരണാധികാരികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ ഇടവകയെ നയിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛനെയും കൊച്ചച്ഛനെയും ദൈവകൃപയാൽ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ നിന്നും വേർപിരിഞ്ഞു പോയ എല്ലാ ആത്മാക്കൾക്കും നിത്യസമ്മാനം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനിധിയായ ദൈവത്തോട് നമ്മുടെ നിയോഗങ്ങളെ, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെ നമുക്ക് സമർപ്പിക്കാം. ഇപ്പോൾ നമ്മെപ്പോലെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ ഭവനങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ ദൈവബലിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബ പശ്ചാത്തലങ്ങളെയും നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഹൃദയം കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആ മലയിലോ ഈ മലയിലോ അല്ല, സത്യത്തിലും ദൈവത്തെ ആരാധിക്കാനുള്ള ഒരവസരം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മുടെ ഭവനങ്ങളെല്ലാം ഇപ്പോൾ ദേവാലയമാണ്. ദിവ്യബലി അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുമ്പിൽ തന്നെയാണ്, നമ്മിൽ തന്നെയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ സമർപ്പിക്കാം. ഇന്ന് നമ്മുടെ ദേവാലയത്തിലെ ഒത്തിരിയേറെ മക്കൾക്ക് സ്കോളർഷിപ്പ് നൽകപ്പെടുന്നു. അവർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി, ഭാവി സുരക്ഷിതയ്ക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇന്ന് അതിരൂപതാ തലത്തിൽ സംഘടനകൾക്കും മറ്റുമൊക്കെ നേതൃത്വം നൽകുന്ന 2 പേർക്ക് വേണ്ടി നാം അനുമോദനങ്ങൾ അർപ്പിക്കുന്നുണ്ട്. ഇന്ന് വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ റോക്കി രാജൻ വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റിയുടെ അതിരൂപത പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു.
അതോടൊപ്പം ഇന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്ന അഡ്വക്കേറ്റ് സെറീന, പരിസ്ഥിതി കമ്മീഷൻ്റെയും അഗ്രികൾച്ചറൽ പ്രൊമോഷൻ കൗൺസിലിൻ്റെയും അതിരൂപത ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇവരെല്ലാം അവരേറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഓരോ സംഘടനകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെയും, അതോടൊപ്പം തന്നെ നമ്മുടെ ദേവാലയത്തിൻ്റെ തിരുനാൾ ദിനങ്ങൾ അടുത്തു വരുന്നു. വിശുദ്ധ കുർബാന, ആദ്യ കുർബാന സ്വീകരണം കുട്ടികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവരെല്ലാം ഈശോയുടെ കരങ്ങളിൽ നമുക്ക് നൽകാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഈ ആദരത്തിൻ്റെ സമർപ്പണം അങ്ങേ പക്കലേക്ക് ഉയരുകയും സ്വർഗാരോപിതയായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ സ്നേഹാഗ്നിയാൽ ഉജ്ജ്വലിപ്പിച്ച് അങ്ങയെ നിരന്തരം അന്വേഷിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ സഭയുടെ പൂർത്തീകരണത്തിൻ്റെ ആരംഭവും പ്രതീകവുമായും തീർത്ഥാടന ജനത്തിന് ഉറച്ച പ്രത്യാശയുടെയും സമാശ്വാസത്തിൻ്റെയും അടയാളവുമായും കന്യകയായ ദൈവമാതാവ് ഈ ദിനം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എല്ലാ ജീവൻ്റെയും ഉടയവനായി മനുഷ്യാവതാരം ചെയ്ത അങ്ങേ പുത്രന് അത്ഭുതകരമായി ജന്മം നൽകിയ അവൾ കല്ലറയിൽ അഴിയുന്നത് കാണാൻ അവിടുന്ന് ഇഷ്ടപ്പെട്ടില്ല. ആകയാൽ മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് അങ്ങേ ആഹ്ലാദപൂർവ്വം പ്രഘോഷിച്ചുകൊണ്ട് ഞങ്ങളും ആലപിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന, ഹോസാന,
അത്യുന്നതങ്ങളിൽ ഹോസാന. നമ്മളായിരിക്കുന്നിടങ്ങളിൽ തന്നെ ദൈവ സമക്ഷം ഭക്തിയോടുകൂടെ കൂടാശ വചനങ്ങളിൽ നമുക്ക് പങ്കുചേരാം. ഈശോ തൻ്റെ അമ്മയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് വചനത്തിലൂടെ നാം ശ്രവിക്കുകയായിരുന്നു. അവരുടെ ഓരോ വാക്കും പാഴായി പോകാതിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് ശ്രദ്ധിച്ചിരുന്നു. ശരീരത്തിൻ്റെ ഓരോ അണുവും നശിച്ചു പോകാതിരിക്കാനും ദൈവം പരിരക്ഷ നൽകിയിരുന്നു. അങ്ങനെയെങ്കിൽ തന്നെ സ്നേഹിക്കുന്നവർക്ക് എത്ര അധികമായി അവിടുന്ന് അനുഗ്രഹങ്ങൾ ചൊരിയുകയില്ല എന്ന തൻ്റെ വചനം നാം അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ നമുക്ക് ഹൃദയപൂർവ്വം സ്വീകരിക്കാം. നാം ഇപ്പോൾ ഭവനങ്ങളിലായിരിക്കും, നാം ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഏതവസ്ഥയിലാണെങ്കിലും ദൈവത്തോട് ചേരുന്നതിന് ഹൃദയത്തിൻ്റെ ബന്ധമാണ് ആവശ്യമായിരിക്കുന്നത്. ഹൃദയപരമായൊരു ബന്ധത്തോടുകൂടെ ഈശോയെ നമുക്ക് ഈ സമയം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഒരുങ്ങാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറ്റുവാൻ കനിയേണമേ. അവിടുന്നൊറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്തങ്ങേക്കു കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്കു കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്തങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്കു കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ നൽകുന്ന അപ്പവും രക്ഷ നൽകുന്ന പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുപറ്റുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച പോലെ നമുക്കൊന്നായി ആലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിക്കണമേ. ഈ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരും എല്ലാവിധ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചരുളിയാലും എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവം
നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതി. എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. എന്റെ സമർപ്പണം തന്നിൽ നിന്നൊരു പിടി ഇന്നു നീ സ്വീകരിച്ച എന്റെ സമർപ്പണം തന്നിൽ നിന്നൊരു പിടി ഇന്നു നീ സ്വീകരിച്ച പാഴ്കുടിയിലാകുമെൻ ആത്മാവിനാലയം പൂമേടയായി മാറും പൂമേടയായി മാറും. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതി. എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ. എന്നെ നീ നീയാക്കി മാറ്റിടേണമേ. എന്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എന്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ,
കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാൻ കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാൻ നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. എൻ്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാളിൽ വിസ്മയനീയമായ ദാനങ്ങൾ സ്വീകരിച്ച ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ദാനങ്ങൾ അങ്ങേ മക്കൾക്ക് അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യം നേടിത്തരുമാറാകട്ടെ. രാജ്യത്തിനും നാടിനും നന്മയായി ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയെ പോലെ ആയിത്തീരുന്നതിനനുഗ്രഹമാകുവാൻ സഹായം എന്നും ചൊരിയുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം നമ്മുടെ മാതൃരാജ്യത്തെ അനുഗ്രഹിക്കുകയും ഇന്ത്യയുടെ മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം വഴി നമ്മുടെ എല്ലാ ജനങ്ങൾക്കും സമാധാനവും ഐശ്വര്യവും നൽകുമാറാകട്ടെ. ദൈവപുത്രൻ നമ്മുടെ നേതാക്കളെ കനിവാർന്ന് കടാക്ഷിക്കുകയും ദീർഘവീക്ഷണത്തോടും ധൈര്യത്തോടും ഉന്നത ദർശനങ്ങൾ പിൻചൊന്ന് അതിനെ എത്തിപ്പിടിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് ദൈവകൽപ്പനകളുടെ വഴികളിലൂടെ ചലിക്കുവാൻ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും പ്രചോദിപ്പിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. ക്രിസ്തുവിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ, 1 കൊറിന്തോസ് 10:31 എന്ത് ചെയ്താലും കർത്താവിൻ്റെ ഉപരി മഹത്വത്തിന് വേണ്ടി ചെയ്യുവിൻ. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായവരെ കർത്താവ് വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. സ്നേഹം നിറഞ്ഞവരെ, ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്
നമ്മുടെ ഇടവകയിലെ 2 സഹോദരങ്ങൾ. നമുക്കറിയാവുന്നതുപോലെ ഒന്ന് ബഹുമാനപ്പെട്ട റോക്കി രാജൻ പുല്ലുപറമ്പിൽ, നമ്മുടെ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ അംഗമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നത് നമ്മുടെ അതിരൂപതയുടെ വിൻസെൻ്റ് പോളിൻ്റെ പ്രസിഡൻ്റായി. അപ്പോൾ അതിന് നമ്മുടെ ഇടവകയിൽ നിന്ന് വികാരിയച്ഛൻ്റെ പേരിലും ഇടവക ജനത്തിൻ്റെ പേരിലും നമ്മൾ അനുമോദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് സെറീന ജോർജ് പാട്ടുപറമ്പിൽ, വരാപ്പുഴ അതിരൂപതയുടെ എൻവിറോൺമെൻറ്റ് ആൻഡ് അഗ്രികൾച്ചറൽ പ്രൊമോഷൻ കൗൺസിലിൻ്റെ അതിരൂപത സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇത് നമുക്ക് സന്തോഷകരമായ കാര്യങ്ങളാണ്. ഈ 2 പേരിലും നമ്മൾ അഭിമാനിക്കുന്നു എന്നതിൻ്റെ അടയാളമായി വികാരിയച്ഛൻ്റെ കയ്യിൽ നിന്നും ഇടവക സമൂഹത്തിൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും വികാരിയച്ഛൻ്റെ കയ്യിൽ നിന്നും അനുമോദനങ്ങൾ വാങ്ങിക്കുന്നു. ഇവർ 2 പേരും മുന്നോട്ട് വന്ന് സ്നേഹനവരെ, നമ്മൾ 2 പേരെയാണ് ആദരിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഒരാളെ കൂടി ആദരിച്ചില്ലെങ്കിൽ ചെറിയൊരു കുറച്ചിലായിട്ട് മാറും. ഈ കോവിഡിൻ്റെ കാലത്ത് നമ്മുടെ ഇടവകയെ മൊത്തം നയിച്ച, ഇപ്പോൾ മാസ്ക് മുതൽ കൃഷി വരെ നമ്മുടെ ഇടവകയിൽ നമ്മുടെ വീടുകളിൽ ഒരു ഗ്രോ ബാഗ് വന്നിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും ഇവിടെ നിന്നായിരിക്കും. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ കോവിഡിൻ്റെ സമയത്തും പ്രവർത്തിച്ച് അതിൻ്റെ അംഗീകാരമായി നമ്മുടെ അതിരൂപതയിൽ ഈ പറഞ്ഞ കൃഷി വകുപ്പിൻ്റെ പ്രസിഡൻറ്റ് ഡയറക്ടറായിട്ട് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കറിയപ്പള്ളി അച്ഛനെ നിയമിക്കുകയുണ്ടായി. നമ്മുടെ ഇടവകയുടെ പേരിൽ നമ്മൾ അച്ഛനെ ആദരിക്കുകയാണ്. ബഹുമാനപ്പെട്ട തോമസ് ചേട്ടൻ, ഇവിടുത്തെ കൃഷി വകുപ്പിൻ്റെ പ്രസിഡൻറ്റ്, കേന്ദ്രസമിതി ലീഡറായ ജോൺസൺ ചേട്ടൻ, പള്ളിയുടെ കൈക്കാരന്മാരുടെ പ്രതിനിധിയായി സേവി ചേട്ടൻ, ഇവർ 3 പേരും കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛന് ചെറിയൊരു സ്നേഹോപഹാരം നൽകുന്നു. നമ്മൾ കൊടുക്കുന്നത് ഒരു ബോൺസായി ചെടിയാണ്. 8 കൊല്ലം പ്രായമുണ്ട് ഈ ബോൺസായി ചെടിക്ക്. അപ്പോൾ നമ്മുടെ എളംകുളത്ത് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ ഭവനത്തിൽ പോയി നമ്മൾ വാങ്ങിച്ചതാണത്. അപ്പോൾ ജീവൻ്റെ വൃക്ഷം എന്നുള്ള തീമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു വൃക്ഷം പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും തണലായി അച്ഛൻ എന്നും നിലകൊള്ളുന്നു എന്നതിൻ്റെ വലിയൊരു അടയാളമായിട്ട് ഈ ഒരു ബോൺസായി വൃക്ഷം 2 കരങ്ങളോടുകൂടി ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ സ്വീകരിക്കുന്നു. ഇത് കാണുമ്പോഴെല്ലാം ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ ചെയ്ത എല്ലാത്തിനും വലിയൊരു നന്ദി സൂചകമായി ഇത് നിലകൊള്ളുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് നമ്മുടെ കൊച്ചച്ഛനാണ്. അദ്ദേഹം നല്ലൊരു കലാകാരനാണ്. നമ്മുടെ അൾത്താര അദ്ദേഹം ഇപ്പോൾ മനസ്സിൽ കണ്ടുകൊണ്ട് അത് പൂർത്തിയാക്കാനുള്ള പരിശ്രമത്തിലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ തിരുനാളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പള്ളികളെല്ലാം ഭംഗിയാക്കുന്ന ജോലികളിൽ നാം ഇന്നലെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അത് എത്രയും പെട്ടെന്ന് ഭംഗിയായി പൂർത്തീകരിച്ച് നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടുകൂടെ, ഇങ്ങനെ കുറച്ച് പേര് മാത്രമല്ല എല്ലാവരും ഒരുമിച്ച് ദേവാലയത്തിൽ വന്നു ചേരാനുള്ളൊരു നല്ല സമയം സമാഗതമാവട്ടെ. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമുക്കെല്ലാവർക്കും ഈ വർഷം കർത്താവ് നൽകട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും ഈ തിരുനാളിൻ്റെയും സ്വാതന്ത്ര്യദിനത്തിൻ്റെയും എല്ലാവിധ മംഗളങ്ങൾ നേരുന്നു. ഇതിന് നേതൃത്വം നൽകിയ ഒത്തിരിയേറെ പേരുണ്ട്. കൊച്ചച്ഛനോടൊപ്പം കൂടെ നിന്ന് നമ്മുടെ ഫാമിലി യൂണിറ്റ് സെൻറ്റർ കമ്മിറ്റി, അതോടൊപ്പം തന്നെ ജോസഫ്, അതോടൊപ്പം ഷിനോയ്, ഇവർ നമ്മുടെ IT വിഭാഗമാണ്. അവർക്ക് പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി. കൊയർ അംഗങ്ങൾ, അതോടൊപ്പം തന്നെ KLCA അംഗങ്ങൾ, നമ്മുടെ രൂപതയിൽ നമ്മുടെ ഇടവയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ സംഘടനാ അംഗങ്ങൾ, അതോടൊപ്പം അഗ്രികൾച്ചറൽ സൊസൈറ്റി തുടങ്ങിയിട്ടുള്ള എല്ലാവരും, കൈക്കാരന്മാർ, നമ്മുടെ പാരിഷ് കൗൺസിലിൻ്റെ അധികാരികൾ, എല്ലാവരും നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഏറെ നന്ദി അർപ്പിക്കുന്നത് ഈ ഒരു ചാനൽ, യൂട്യൂബ് ചാനൽ LFC പൊറ്റക്കുഴി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും
ഇപ്പോൾ ഇത് ഭവനങ്ങളിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. നമുക്ക് വീണ്ടും ഇതുപോലെ നല്ല ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടാം. നാളെ 7:30 തന്നെയാണ് ദിവ്യബലി അർപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരു ചാനൽ കൂടുതൽ പേർക്ക് അയച്ചു കൊടുത്ത് ഈ സൗകര്യം കൂടുതൽ ഉപയോഗപ്രദമാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്ന് ഉള്ള കാര്യങ്ങൾ നമ്മുടെ ക്രിസ്ത്യൻ ഇപ്പോൾ അറിയിക്കുന്നതാണ്. സ്നേഹനവരെ, പതാക ഉയർത്തലുണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ആയിരിക്കും KLCയുടെ നേതൃത്വത്തിൽ നമ്മൾ സ്കോളർഷിപ്പ് നൽകുവാൻ വേണ്ടി 2 പേര് പ്രതിനിധികളാണ്, 2 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് നിശ്ചിത സമയങ്ങളുണ്ട്. ആ സമയത്ത് വന്ന് കോവിഡിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് വന്ന് സ്വീകരിക്കുക. അപ്പോൾ പ്രതിനിധികളായ 2 കുട്ടികൾക്ക്, 10ാം ക്ലാസ് +2 കുട്ടികൾക്ക്, 3 കുട്ടികൾക്ക് നമ്മൾ അവിടെ നിന്ന് കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും പതാക ഉയർത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പതാക ഉയർത്തുന്നത് ബഹുമാനപ്പെട്ട റോക്കി രാജനായിരിക്കും. അതിനുശേഷം സന്ദേശം ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സെറീന ജോർജ് നൽകുന്നു. കൊടിമരത്തിനിടയ്ക്ക് ചെല്ലുമ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ആ ഒരു സാമൂഹ്യ അകലം കാത്തുപാലിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ പതാക ഉയർത്തൽ നമ്മുടെ ദേവാലയത്തോടൊപ്പം തന്നെ നമ്മുടെ LF പൊറ്റക്കുടി സ്കൂളിൻ്റെയും കൂടി നേതൃത്വത്തിലാണ്. അപ്പോൾ പ്രധാനാധ്യാപക ശ്രീമതി അനു അതിന് ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്നതാണ്. എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഗാനം ആലപിച്ച് പ്രാർത്ഥിക്കാം. സ്വലോകരാണി മാലാഖമാരുടെ റാണി, നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം. സ്വസ്തി സ്വലോകരാണി. കന്നി മഹത്വം പിറന്ന ധന്യേ മനോഹരിതായേ, കന്നി മഹത്വം പിറന്ന ധന്യേ മനോഹരിതായേ, ആമോദമാർന്നു നീ വെൽക രക്ഷാസുതയ്ക്കിന്നുറവായി, ആമോദമാർന്നു നീ വെൽക രക്ഷാസുതയ്ക്കിന്നുറവായി. സ്വസ്തി സ്വർലോ